Hello children, welcome to Kids Area Online. ക്രിസ്മസ് എക്സാം അടുത്തു വരികയാണല്ലേ. ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ എക്സാമിനായിട്ടുള്ളൂ. ടീച്ചർ കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞോട്ടെ. കിഡ്സ് ഏരിയ ഓൺലൈൻ എക്സാം പ്രിപ്പറേഷൻ ക്ലാസ്സസ് ഇപ്പോൾ നൽകുന്നുണ്ട്. 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് എക്സാം പ്രിപ്പറേഷൻ ക്ലാസ്സസ് നൽകുന്നത്. ട്യൂഷൻ അവൈലബിൾ ആണ്. 1 മുതൽ 4 വരെയുള്ള കുട്ടികൾക്ക് ട്യൂഷൻ ഉണ്ട്. ട്യൂഷന് പുറമെയാണ് എക്സാം പ്രിപ്പറേഷൻ ക്ലാസ്സസ് മാത്രമായിട്ട് നൽകുന്നത്. ലൈവ് ക്ലാസ് ആയിട്ടും റെക്കോർഡഡ് ക്ലാസ്സസ് ആയിട്ടുണ്ട്. എക്സാം കഴിയുന്നത് വരെയാണ് എക്സാം പ്രിപ്പറേഷൻ ക്ലാസ്സസ് ഉള്ളത്. ട്യൂഷൻ അത് കഴിഞ്ഞും മുന്നോട്ടുണ്ടാകും. ഇപ്പോൾ ലൈവ് ക്ലാസ് വരുന്നത് 1ാം ക്ലാസ്സിന് 5 മണിക്കാണ്, 2ാം ക്ലാസ്സിന് 6 മണിക്കാണ്, 3ാം ക്ലാസ്സിന് 7 മണിക്കാണ്, 4ാം ക്ലാസ്സിന് 8 മണിക്കാണ്. ഇനി നിങ്ങൾക്ക് ഈ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ കഴിയില്ല, റെക്കോർഡ് ക്ലാസ് മാത്രമേ പറ്റത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ റെക്കോർഡ് ക്ലാസ്സസും അവൈലബിൾ ആണ്. 6ാം തീയതി സ്റ്റാർട്ട് ചെയ്തതാണ്. എന്ന് ജോയിൻ ചെയ്താലും 6ാം തീയതി മുതലുള്ള ക്ലാസ്സസ് നിങ്ങൾക്ക് റെക്കോർഡായിട്ട് അയച്ചു തരും. ഇനിയുള്ള ക്ലാസ്സുകൾ ലൈവായിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. റെക്കോർഡഡ് ക്ലാസ് മാത്രം മതിയെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ലൈവ് ക്ലാസ് ആണെങ്കിലും റെക്കോർഡഡ് ക്ലാസ് ആണെങ്കിലും ഫീ വരുന്നത് 400 ആണ്. 400 രൂപയാണ് ഫീ വരുന്നത്. താല്പര്യമുള്ളവർക്ക് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. വാട്സപ്പ് നമ്പർ 9746487799. ഒരിക്കൽ കൂടി പറയാം, 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ഏത് ക്ലാസ്സിൻ്റെ ആണോ ആവശ്യം, 1ാം ക്ലാസ് ആണോ, ഏത് ക്ലാസ്സിൻ്റെ ആണോ, റെക്കോർഡ് ക്ലാസ് ആണെങ്കിൽ അങ്ങനെ, ലൈവ് ക്ലാസ് ആണെങ്കിൽ അങ്ങനെ, ഏതാണോ ആവശ്യം അത് നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. ഓക്കെ, ആദ്യത്തെ ആക്ടിവിറ്റി മനസ്സിലായോ? എല്ലാവർക്കും ഉത്തരം പറയാൻ പറ്റിയോ? യെസ്, ഓക്കെ. 2ാമത്തെ ആക്ടിവിറ്റി ആണ് പറയാനായിട്ട് പോകുന്നത്. ആഡ് മോർ ലൈൻസ്. ഒരു പോയം എഴുതുക. 2ാമത്തെ ആക്ടിവിറ്റിയിൽ പറയുന്നത് ഒരു പോയം എഴുതാനാണ്. ടീച്ചർ ആദ്യത്തെ കുറച്ച് വരികൾ എഴുതി തരാം. എല്ലാവരും നോട്ട്ബുക്കിൽ ഒന്ന് എഴുതിയെടുക്കാമോ? നോട്ട്ബുക്കിൽ ടീച്ചർ എഴുതാൻ പോകുന്നതൊന്ന് എഴുതിയെടുത്തേ. Bus, 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 bus. The little fly living in a pot, living in a pot, flying in and flying out, flying in and flying out, loving all the friends, loving all the friends. ഇതാണ് തന്നിട്ടുള്ള പോയത്തിലെ വരികൾ. അടുത്തതായിട്ട് കുറച്ച് വാക്കുകൾ തന്നിട്ടുണ്ട്. ആ വാക്കുകൾ വച്ചിട്ട് നിങ്ങൾക്ക് ബാക്കി വരികൾ എഴുതാം. Fleet feet, rabbit, hopping, jumping, jumping, hop stop, hop stop, frog. എഴുതിയെടുക്കാം.
Puss puss the little fly living in a pot, flying in and flying out, loving all the friends. ഇതൊരു പോയത്തിലെ ലയനാണ്. ഇതുപോലെ വരുന്ന ഒരു പോയം എടുത്തെഴുതുക. അതിനുവേണ്ടി ഹിന്റ് ആയിട്ട് തന്നിരിക്കുന്ന കുറച്ച് വാക്കുകളാണ് താഴെ തന്നിട്ടുള്ളത്. ഈ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു പോയം എഴുതാം. വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് പോയം എഴുതാം. എല്ലാവരും ഒന്ന് എഴുതിയെടുത്തേ. എല്ലാവരും എഴുതിയെടുത്തോ? എഴുതിയെടുത്തു കഴിഞ്ഞോ? ഈ 4 ലൈൻസ് എല്ലാവരും എഴുതിയെടുത്തോ? ഈ 4 ലൈൻസ് എല്ലാവരും എഴുതിയെടുത്തോ? ഓക്കെ. ഈ ഹിന്റ് തന്നിട്ടുള്ളതിൽ നിന്നും ആ ഒരു ചോദ്യത്തിൽ ഇവിടെ ബ്ലാങ്ക് സ്പേസ് കൊടുത്തിട്ടുണ്ട്, ഇവിടെയും ബ്ലാങ്ക് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ ഫിൽ ചെയ്യേണ്ടത്. ഈ വാക്കുകൾ ചേർത്ത് ഫിൽ ചെയ്യേണ്ടത്. നമ്മൾ എഴുതിയ വരി എങ്ങനെയായിരുന്നു? പുസ് പുസ് ദ ഫ്ലൈ, പുസ് പുസ് ദ ലിറ്റിൽ ഫ്ലൈ എന്നതായിരുന്നു ആദ്യത്തെ വരി അല്ലെ? പുസ് പുസ് ദ ലിറ്റിൽ ഫ്ലൈ എന്നതായിരുന്നു ആദ്യത്തെ വരി. അതുപോലെ നമുക്ക് ഇതിൽ ഈ ഒരു ഫ്ലീറ്റ് ഫീറ്റ് റാബിറ്റ് നമുക്കത് എങ്ങനെ എഴുതാം? പുസ് പുസ് ദ ലിറ്റിൽ ഫ്ലൈ എന്ന് പറഞ്ഞതുപോലെ നമുക്കിത് എഴുതാമോ? ഫ്ലീറ്റ് ഫീറ്റ് ദ ലിറ്റിൽ റാബിറ്റ് എന്ന് എഴുതാം. ശരിയല്ലേ? പുസ് പുസ് ദ ലിറ്റിൽ ഫ്ലൈ എന്നതിനു പകരം നമുക്ക് എന്ത് എഴുതാം? ഫ്ലീറ്റ് ഫീറ്റ് ദ ലിറ്റിൽ റാബിറ്റ് എഴുതാം. ആ 4 വരികൾ എഴുതിയതിനു ശേഷം എഴുതുക. ഫ്ലീറ്റ് ഫീറ്റ് ദ ലിറ്റിൽ റാബിറ്റ്. ഫ്ലീറ്റ് ഫീറ്റ് ദ ലിറ്റിൽ റാബിറ്റ്. ഫീറ്റ് ലിറ്റിൽ റാബിറ്റ്. ഇനി നമ്മൾ എഴുതിയ മൂന്നാമത്തെ വരി എങ്ങനെയായിരുന്നു? അതൊരു ഫ്ലൈ ആയതുകൊണ്ട് ഫ്ലൈയിങ് ഇൻ ആൻഡ് ഫ്ലൈയിങ് ഔട്ട് എന്നാണ് എഴുതിയത്. ഫ്ലൈയിങ് ഇൻ ആൻഡ് ഫ്ലൈയിങ് ഔട്ട് എന്നാണ് എഴുതിയത്. അപ്പൊ ഇതൊരു ലിറ്റിൽ റാബിറ്റ് അല്ലേ? അതാകുമ്പോ നമുക്ക് എങ്ങനെ എഴുതാം? ഹൊപ്പിംഗ് ആണോ ജമ്പിങ് ആണോ വരുന്നത്? റാബിറ്റിന് ഹൊപ്പിംഗ് ആണോ ജമ്പിങ് ആണോ വരുന്നത്? ജമ്പിങ് ആണ് വരുന്നത്. എന്താ വരുന്നത്? റാബിറ്റിന് ഏതാ വരുന്നത്? റാബിറ്റിന് ജമ്പിങ് ആണ് വരുന്നത്. ഫ്ലൈ ആകുമ്പോൾ ഫ്ലൈയിങ് ഇൻ ആൻഡ് ഫ്ലൈയിങ് ഔട്ട് എന്നാണ് നമ്മൾ എഴുതിയത്. ശരിയല്ലേ? മൂന്നാമത്തെ ലൈൻ എല്ലാവരും ഒന്ന് വായിച്ചേ. നിങ്ങൾ എഴുതിയ മൂന്നാമത്തെ ലൈൻ ഒന്ന് വായിച്ചേ. ഫ്ലൈയിങ് ഇൻ ആൻഡ് ഫ്ലൈയിങ് ഔട്ട്. അപ്പോൾ റാബിറ്റിന്റെ കാര്യം പറയുമ്പോൾ നമുക്കത് എങ്ങനെ പറയാം? ജമ്പിങ് ഇൻ ആൻഡ് ജമ്പിങ് ഔട്ട് എന്ന് പറഞ്ഞൂടെ? ഓക്കെ ആയോ? വരി എങ്ങനെയാ പറഞ്ഞതെന്ന് മനസ്സിലായോ? ആദ്യത്തെ തന്നിരിക്കുന്ന 4 വരി എങ്ങനെയാണോ അതിൽ മാറ്റം വരുത്തിയാണ് തുടർന്നുള്ളത് എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് എഴുതാം. ജമ്പിങ് ഇൻ ആൻഡ് ജമ്പിങ് ഔട്ട്. ബാക്കി വരികൾക്ക് മാറ്റമില്ല. ബാക്കി വരികൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്. ലിവിങ് ഇൻ എ പോട്ട്, ലവിങ് ഓൾ ദി ഫ്രണ്ട്സ്. ആ വരികളിൽ ഒരു മാറ്റവും ഇല്ല. ആദ്യത്തെ വരിയും മൂന്നാമത്തെ വരിയിലുമാണ് മാറ്റങ്ങൾ വരുന്നത്. ഈ ഒരു രീതിയിൽ ഫ്രോഗിൻ്റെത് വെച്ച് പറയാമോ? ഫ്രോഗ് വെച്ച് പറയാമോ? ഈ ഒരു രീതിയിൽ ഫ്രോഗ് വെച്ച് നിങ്ങൾ ഒന്ന് എഴുതിയേ. നിങ്ങൾ നോട്ട്ബുക്കിൽ ഒന്ന് എഴുതിയേ. ഫ്രോഗ് വെച്ചിട്ട് ഒന്ന് നോട്ട്ബുക്കിൽ എഴുതിയേ.
ഫ്രോഗിന്റെ ഉത്തരം എങ്ങനെ വരുന്നു എന്ന് നോട്ട്ബുക്കിൽ ഒന്ന് എഴുതിയേ. ആദ്യത്തെ വരിയിലും മൂന്നാമത്തെ വരിയിലുമാണ് മാറ്റം വരുത്താനുള്ളത്. ഇവാൻ എഴുതി കഴിഞ്ഞോ? ഫ്രോഗ് വെച്ചിട്ട് എഴുതി കഴിഞ്ഞോ? ഒന്ന് എഴുതിയേ, പെട്ടെന്ന് എഴുതിയേ. ഫ്രോഗ് വെച്ചിട്ട് എഴുതുക. ഫ്രോഗ് ഹിന്ദിയിൽ തന്നിട്ടുള്ളത് ഫ്രോഗ് ആണ്. ഫ്രോഗ് വെച്ചിട്ട് എഴുതുക. ഫ്രോഗ് വെച്ചിട്ട് എഴുതുക. ഫ്രോഗും ഹൊപ്പിങ്ങും ആണ് ഇനി എഴുതാനുള്ളത്. ഹോപ്പ് സ്റ്റോപ്പ് ദ ഫ്രോഗും ഹൊപ്പിങ്ങും വെച്ചിട്ടുമാണ് ഇനി എഴുതാനുള്ളത്. ആദ്യത്തെ 4 വരി തന്നതുപോലെ പറഞ്ഞു തന്നതുപോലെ അത് കഴിഞ്ഞിട്ടുള്ള 4 വരി പറഞ്ഞു തന്നതുപോലെ ഹോപ്പ് സ്റ്റോപ്പ് ഫ്രോഗ് വെച്ചിട്ടൊന്ന് പറഞ്ഞു നോക്കി. എല്ലാവരും ഒന്ന് എഴുതിയെടുത്തേ. സ്വന്തമായിട്ടൊന്ന് എഴുതി നോക്കിയേ എങ്ങനെയാ വരുന്നതെന്ന്. ഹോപ്പ് സ്റ്റോപ്പ് ദ ഫ്രോഗ്. എഴുതി കഴിഞ്ഞവർക്ക് കൈ ഉയർത്താവുന്നതാണ്. ഫ്രോഗ് വെച്ചിട്ട് എഴുതിയവർക്ക് കൈ ഉയർത്താം. ശ്രീദേവി ഒന്ന് പറഞ്ഞേ. Hop stop the little frog living in a pot, hopping in and hopping out, hopping in and hopping out, loving all the friends. ലവിങ് ഓൾ ദി ഫ്രണ്ട്സ്. വെരി ഗുഡ്, ശരിയാണ്. ശ്രീദേവി എഴുതിയത് ശരിയാണ്. അടുത്തതായിട്ട് ആരാ എഴുതി കഴിഞ്ഞത്? ഇവാൻ പറയാമോ? Hop stop the little frog living in the pot, hopping and hopping out, loving all the friends. യെസ്, ഇവാൻ എഴുതിയതും ശരിയാണ്. എല്ലാവരും ഇങ്ങനെ തന്നെയാണോ എഴുതിയത്? ആണല്ലോ. അതാണ് ശരി ഉത്തരം. ടീച്ചർ ഒന്നുകൂടെ ബോർഡിൽ എഴുതാം. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എഴുതിയെടുക്കുക. ഫ്രോഗ് വരുമ്പോൾ എങ്ങനെ മാറും? ഹോപ്പ് സ്റ്റോപ്പ് the little frog, hopping in and hopping out. ഈ മാറ്റങ്ങൾ മാത്രമേ വരുന്നുള്ളൂ. Hop stop the little frog living in a pot, hopping in and hopping out, loving all the friends. എല്ലാവർക്കും ഈ ഉത്തരം തന്നെയാണോ കിട്ടിയത്? എങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നു 5 മാർക്ക്. ഇത് കറക്റ്റ് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. യെസ്, ഓക്കെ, വെരി ഗുഡ്. എല്ലാവർക്കും ഉത്തരം കിട്ടിയല്ലോ. ഓക്കെ, അടുത്ത ചോദ്യം പറയട്ടെ. അടുത്ത ചോദ്യം ടീച്ചർ ഒരു പിക്ചർ കാണിച്ചു തരാം. ടീച്ചർ ഒരു പിക്ചർ കാണിച്ചു തരാം. എല്ലാവരും ഈ പിക്ചർ ഒന്ന് നോക്കിയേ. എല്ലാവരും ഈ പിക്ചർ ഒന്ന് നോക്കിയേ. ഒരു ബോയ് കാണുന്നുണ്ട്. ആ ബോയ് അബിനാണ്. മാജിക് റിങ്ങിലെ അബിനാണ്. എന്തൊക്കെയാണ് അതിൽ കാണുന്നത് എന്നൊന്ന് നോക്കിയേ. അബിനുണ്ട്, ബോട്ടുണ്ട്, അങ്ങനെ ചുറ്റും നടക്കുന്ന എല്ലാം ഒന്ന് നോക്കിയേ. ഇതിൽ നിന്നാണ് അടുത്ത ചോദ്യം വരുന്നത്. നോക്കിക്കഴിഞ്ഞോ? നോക്കിയോ? ഓക്കെ ആണോ? ഓക്കെ, ഇനി അതിൽ നിന്നുമുള്ള ചോദ്യമാണ്. അബിൻ വാസ് വാക്കിംഗ് അലോൺ ഓൺ ദി സീഷോർ. കടൽ തീരത്ത് കൂടി അബിൻ
ഒറ്റയ്ക്ക് നടന്നു പോവുകയാണ്. വാട്ട് ഡിഡ് ഹി സീ ദെയർ? അബിൻ ചുറ്റും എന്തൊക്കെയാണ് കണ്ടത്? അബിൻ ചുറ്റും എന്തൊക്കെയാണ് കണ്ടത്? ലുക്ക് അറ്റ് ദി പിക്ചർ ആൻഡ് ഡിസ്ക്രൈബ് ദ സീൻ. അബിൻ എന്തൊക്കെയാണ് കണ്ടത്? അബിന് പകരം നിങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നതെന്ന് വിചാരിക്കുക. ഈ ഒരു പിക്ചറിൽ അബിന് പകരം നിങ്ങളാണ് അബിൻ. മനസ്സിലായോ? നിങ്ങൾ അബിനാണ്. അപ്പോൾ അബിൻ എന്തൊക്കെ ചുറ്റും കണ്ടു എന്ന് എഴുതുക. നിങ്ങൾ എന്തൊക്കെ കണ്ടു? പിക്ചർ ഒന്നുകൂടെ കാണിച്ചു തരാം. പിക്ചർ ഒന്നുകൂടെ ടീച്ചർ കാണിച്ചു തരാം. ടീച്ചർ ഒന്നുകൂടെ കാണിച്ചു തരുന്നു. എല്ലാവരും കണ്ടോ? എന്തൊക്കെയാണ് ആ പിക്ചറിൽ ഉള്ളത് എന്ന് കാണൂ. ഓക്കെ, ഇനി അബിനു പകരം നിങ്ങൾ പറയണം എന്തൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത് എന്ന്. എന്തൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത്? ആ ഒരു സറൗണ്ടിങ്, ചുറ്റും നടക്കുന്ന കാര്യം ഡിസ്ക്രൈബ് ചെയ്യാനാണ്, വിവരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ് ആദ്യം അവിടെ കണ്ടത് എന്നാണ് ആദ്യത്തെ ചോദ്യം. വാട്ട് ഡിഡ് ഹി സീ ദെയർ? അവിടെ എന്തൊക്കെ കണ്ടു? അവിടെ കണ്ട ഒരു കാര്യം മിൻഹയ്ക്ക് പറയാമോ? അവിടെ കണ്ട ഒരു കാര്യം മിൻഹയ്ക്ക് പറയാമോ? രണ്ട് വീടുണ്ട്, പിന്നെ രണ്ട് ബോയ്സ്. ഒരു കാര്യം പറഞ്ഞാൽ മതി, ഒരു കാര്യം പറഞ്ഞാൽ മതി. രണ്ട് വീടുണ്ട്, ഓക്കെ, ഹൗസ് ഉണ്ട്. അടുത്തേത് വിദ്വേത് പറഞ്ഞോളൂ. എന്താണ് പിക്ചറിൽ മറ്റൊരു കാര്യം? ബോട്ട് കണ്ടു. ബോട്ട് കണ്ടു. ദെൻ വേദശ്രീ? കോക്കനട്ട് ട്രീസ്. കോക്കനട്ട് ട്രീസ് കണ്ടു. ദെൻ ഐഷ? Two children are playing. Two children are playing. രണ്ട് കുട്ടികളെ കണ്ടു. ദിയ? Seashore. സീഷോർ കണ്ടു. ഓക്കെ, എൽന? Crow ഉണ്ട്. ക്രോ, ബേർഡ്സിനെ കണ്ടു. ജാൻവി? ഷിപ്പ്. ഷിപ്പാണോ? യെസ്, ഷിപ്പിനെ കണ്ടു. ഇസ്ന? ഫിഷർമാൻ. ഫിഷർമാനെ കണ്ടു. ഓക്കെ, ഇനി മറ്റെന്തെങ്കിലും ഉണ്ടോ? ശ്രീദേവി? Abin's father is washing her boat. അബിൻസ് ഫാദർ വാഷിംഗ് ആണോ? വാഷ് ചെയ്യുകയല്ലായിരുന്നു, നെറ്റ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നെറ്റ്. അപ്പോൾ നമുക്ക് അതിൽ നിന്നും കണ്ടെത്തിയ കാര്യങ്ങൾ ആദ്യം പറയാം. എന്തൊക്കെയായിരുന്നു? ബോട്ട് ഉണ്ടായിരുന്നു. ഓക്കെ, ബോട്ട് ഉണ്ട്. ഷിപ്പ് ഉണ്ടായിരുന്നു. ബേർഡ്സ് ഉണ്ടായിരുന്നു. ടീച്ചർ പിക്ചറും കൂടെ കാണിച്ചു തരാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാകും. ഓക്കെ, ഒന്ന് നോക്കുക. ടീച്ചർ ഇനി എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരാം. ബോട്ട്, ഷിപ്പ്, ബേർഡ്സ്, ട്രീസ്, ഹൗസ്, ചിൽഡ്രൻ, ഡോഗ്, ഫിഷർമാൻ. ഇത്രയും ആൾക്കാരാണ് അതിൽ ഉള്ളത്. ഓക്കെ ആണോ? എന്തൊക്കെയാണ് ആ പിക്ചറിൽ നിന്ന് നിങ്ങൾ കാണുന്നത് എന്നുള്ളതായിരുന്നു ചോദ്യം. ഇതിൽ ഡോഗ് ആരും പറഞ്ഞിട്ടില്ലായിരുന്നു. ഡോഗും ഉണ്ടായിരുന്നു, ഡോഗ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിൽ എന്തൊക്കെയാണ് കാണുന്നത് എന്നിങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്ത് എഴുതുക. ടീച്ചർ ഇപ്പോൾ പറഞ്ഞതുപോലെ ബോട്ട്, ഷിപ്പ്, ഡോഗ്, ചിൽഡ്രൻ, ഫിഷർമാൻ, ട്രീസ്, ബേർഡ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആദ്യം പോയിന്റ് ഔട്ട് ചെയ്ത് എഴുതുക.
അടുത്ത രണ്ടാമത്തെ ചോദ്യം ഈ പിക്ചറിൽ നിന്നും ചുറ്റും കാണുന്ന കാര്യങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യാനാണ്, വിവരിക്കാനാണ്. വിവരണം എങ്ങനെയാണെന്ന് അറിയാമോ? വിവരണം. ഈ പിക്ചർ നിങ്ങളുടെ മനസ്സിലുണ്ടോ? ടീച്ചർ ഇപ്പോൾ കാണിച്ച പിക്ചർ നിങ്ങളുടെ മനസ്സിലുണ്ടോ? ഓർമ്മയുണ്ടല്ലോ. അപ്പൊ നമുക്ക് അതൊന്ന് ഡിസ്ക്രൈബ് ചെയ്താലോ, എങ്ങനെയാന്ന്? അബിനാണ് ഇത് പറയുന്നത്. അബിൻ വാസ് വാക്കിംഗ് അലോൺ ഇൻ ദ സീഷോർ. അബിൻ ഒറ്റയ്ക്ക് സീഷോറിൽ കൂടെ നടക്കുകയായിരുന്നു. ഹി ലുക്ക്ഡ് അറ്റ് ദി സീ. ആ പിക്ചറിൽ കാണാം അബിൻ ആരെയാ നോക്കി നിൽക്കുന്നത്? ആരെയാ നോക്കുന്നത്? എന്തിലാ നോക്കുന്നത്? സീഷോറിലാണ് നോക്കുന്നത്. എന്തിലാണ്? സീഷോറിലാണ് നോക്കുന്നത്. ഹി സോ എ ബിഗ് ബോട്ട് കമ്മിങ് സീഷോർ. അവൻ എന്തൊക്കെ കാണുന്നു? ഒരു വലിയ ബോട്ടിനെ കാണുന്നു. ആ ചുറ്റുമുള്ള കാര്യങ്ങൾ സെന്റൻസ് ചെയ്ത് എഴുതുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ബോട്ട് കണ്ടു എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അതിനൊന്ന് സെന്റൻസ് ആക്കി എഴുതുന്നു. അബിൻ സോ എ ബിഗ് ബോട്ട് ഇൻ ദി സീ, അല്ലെങ്കിൽ കമ്മിങ് നിയർ ടു സീഷോർ. അടുത്തതായിട്ട് അബിൻ വാച്ച് ദ ഫിഷിംഗ് ബോട്ട് ഇൻ ദ സീ. കടലിലെ ഫിഷിംഗ് ബോട്ടിനെയും അബിൻ കാണുന്നു. മെനി ക്രോ, കൈറ്റ് ആൻഡ് അതർ ബേർഡ്സ് വെയർ ഫ്ലൈയിങ് ഇൻ ദ സ്കൈ. പട്ടങ്ങളും പക്ഷികളും സ്കൈയിൽ, ആകാശത്തു കൂടെ പറന്നു പോകുന്നത് കാണുന്നുണ്ട്. ഹി സോ എ ഫിഷർമാൻ നിയർ ദി സീ. ആ കടൽക്കരയിൽ ഒരു ഫിഷർമാനെയും കാണുന്നുണ്ട്. ഹി വാസ് കളക്ടിങ് ഫിഷ് ഫ്രം ഹിസ് ഫിഷിംഗ് നെറ്റ്. അയാൾ അവിടെ നിന്ന് എന്ത് ചെയ്യുകയായിരുന്നു? ഫിഷർമാൻ നെറ്റിൽ നിന്നും ഫിഷ് കളക്ട് ചെയ്യുകയായിരുന്നു. അബിൻ സോ സം ബോയ്സ് വെയർ പ്ലേയിങ് ഇൻ ദ സീഷോർ. കടൽ തീരത്തുകൂടി കുറച്ച് കുട്ടികൾ കളിച്ചു നടക്കുന്നത് അബിൻ കാണുന്നു. ഇങ്ങനെ എഴുതുന്നതിനാണ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. എന്തൊക്കെ സാധനങ്ങളാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ആ പിക്ചറിൽ ഉള്ളത് എന്ന് നമ്മൾ കണ്ടില്ലേ? അതിനെ സെന്റൻസ് ആക്കി ഒന്ന് വിവരിച്ച് എഴുതി കഴിഞ്ഞാൽ ഡിസ്ക്രിപ്ഷൻ ആയി. ഓക്കെ ആണോ? ഡിസ്ക്രിപ്ഷന്റെ നോട്ട് ആർക്കെങ്കിലും ആവശ്യമുണ്ടോ? ഡിസ്ക്രിപ്ഷൻ എഴുതുന്നത്. ഓക്കെ, അപ്പൊ ഒന്ന് എഴുതിയെടുക്കാമോ? ടീച്ചർ ബോർഡിൽ എഴുതി തരാം. ഇതെങ്ങനെയാന്ന് മനസ്സിലായോ? ഈ ആക്ടിവിറ്റി എങ്ങനെയാന്ന് മനസ്സിലായോ? വാക്കുകൾ എടുത്തിട്ട് ലൈൻസ് ബാക്കി ഫില്ല് ചെയ്യാനാണ്. ഓക്കെ, അടുത്ത് നമുക്ക് ഡിസ്ക്രിപ്ഷൻ എഴുതാം. ഓക്കെ, ഇതുപോലുള്ള ഒത്തിരി ക്വസ്റ്റ്യൻസ് നമ്മുടെ എക്സാം പ്രിപ്പറേഷൻ ക്ലാസ്സിൽ നോക്കുന്നുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ വേഗത്തിൽ തന്നെ ജോയിൻ ചെയ്തോളൂ. റെക്കോർഡ് ക്ലാസ് ആവശ്യമുള്ളവർ അതിൽ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈമിൽ നിങ്ങളുടെ കുട്ടികൾക്ക് അത് കാണിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ കോൺടാക്ട് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ ഒരിക്കൽ കൂടി പറയാം. 9746487799. ഇനി നിങ്ങളുടെ കുട്ടികളെ ട്യൂഷനാണ് ചേർക്കാൻ ആഗ്രഹമെങ്കിൽ ട്യൂഷനായിട്ട് നിങ്ങൾക്ക് ചേർക്കാം. ഓക്കെ, ചിൽഡ്രൻ, ബൈ. താങ്ക് യു.